ബ്ലെസ്സി ഈ കഥ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 10-30 വയസ്സുള്ള ഒരാൾ ഓടിയെത്തി. അവൻ കരയുന്നുണ്ടായിരുന്നു. അവൻ്റെ ഭാഷ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ഇവനെ എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കണം, ഇങ്ങനെ ഒരു കുട്ടിയെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അപകടമാണോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവനെ ഒരു ജുവനൈൽ ഹോമിലേക്ക് പറഞ്ഞു വിടുന്നതിനെക്കുറിച്ച് അവർക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. അവർ ആ കുട്ടിയോട് അത്രത്തോളം സ്നേഹത്തിൽ പെട്ടുപോയിരുന്നു. പറമ്പിൽ ആട് നടക്കുന്നത് കണ്ടിട്ട് കുട്ടി പറഞ്ഞു ബക്കരി ബക്കരി എന്ന്. അപ്പം പിന്നെ നാണുവേട്ടൻ നാട്ടിലെ നക്സലൈറ്റുകളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ ചെന്ന് കണ്ട് അവരോട് ബംഗാളി അറിയുന്ന ഒരാളെ സംഘടിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഒരു ഫോട്ടോഗ്രാഫർ പറഞ്ഞു നമുക്ക് ഇവൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഒരു ഇതുണ്ടാക്കിയിട്ട് പോസ്റ്റർ ഉണ്ടാക്കി കൊൽക്കത്തയിലെ പത്രങ്ങളിൽ കൊടുക്കാം, അവിടെയെല്ലാം പിന്നെ വിതരണം ചെയ്യാം. ചെന്നൈയിൽ വെച്ച് ഇവന് ഇടയ്ക്ക് ടി ടിയുടെ കയ്യിൽ നിന്ന് എങ്ങാണ്ട് താഴെ വീണ പൈസ എടുക്കുന്നതിനിടയ്ക്ക് ടി ടി വഴക്കും പറഞ്ഞു. പക്ഷേ ഈ കാലഘട്ടം മുഴുവൻ ഇവിടെ അവനൊരു അച്ഛനും അമ്മയും അവിടെ ഒരു അച്ഛനും അമ്മയും എന്നുള്ള ഒരു ജീവിതത്തിലുണ്ടായിരുന്നു. സന്തോഷത്തിൻ്റെ ആ മുഹൂർത്തത്തിൽ ഞങ്ങളെല്ലാവരും കയ്യിലെ മൊബൈൽ ഫോൺ വഴി ത്വരിതരാ ചിത്രങ്ങൾ എടുക്കുകയായിരുന്നു. അവൻ അച്ഛനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അച്ഛാ അമ്മ എന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ എന്ന്. IRCTCയുടെ വില്ലേജ് ഓൺ വീൽസ് എന്ന യാത്രാ പരിപാടിയുടെ ഭാഗമായി ഇന്ത്യയിലെ പല ഭാഗങ്ങൾ സന്ദർശിച്ച് കൊൽക്കത്തയിലെത്തിയതാണ്. തൻ്റെ കയ്യിലെ മൊബൈൽ ഫോണിലെ റേഞ്ച് കുറഞ്ഞു വരുന്നതനുസരിച്ച്, ചാർജ് കുറയുന്നതനുസരിച്ച് വളരെയേറെ സംഘർഷത്തിൽപ്പെടുന്ന നാണുവേട്ടൻ്റെ കൂടിയായിരുന്നു ഞങ്ങൾ. നാണുവേട്ടൻ വടകരയിൽ നിന്ന് ഞങ്ങളുടെ യാത്രാസംഘത്തിൽ ചേർന്ന ആളാണ്. നാണുവേട്ടൻ്റെ സംഘർഷം ഞങ്ങളിലുമൊക്കെ പടരുന്നുണ്ട്, ചുറ്റുപാടുമുള്ള എല്ലാവരിലേക്കും അത് പടരുന്നുണ്ട്. അതിൻ്റെ കാരണമാണ് ഈ കഥ. കുറച്ച് സമയം കഴിഞ്ഞ് കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷനിൽ ഒരു മനുഷ്യൻ 10-30 വയസ്സുള്ള ഒരാൾ ഓടിയെത്തി. നാണുവേട്ടൻ അയാളെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തുടങ്ങി. അയാളും അതുപോലെ തന്നെ. വല്ലാത്ത ഒരു സന്തോഷത്തിൻ്റെ ആ മുഹൂർത്തത്തിൽ ഞങ്ങളെല്ലാവരും കയ്യിലെ മൊബൈൽ ഫോൺ വഴി ത്വരിതരാ ചിത്രങ്ങൾ എടുക്കുകയായിരുന്നു. ആരാണ് ഈ നാണുവേട്ടനും ഈ വന്ന പയ്യനും? നാണുവേട്ടൻ വടകരയിലെ ഒരു ഡ്രൈവറാണ്. ഈ വന്ന 30 വയസ്സുള്ള പയ്യൻ അജിന്തോ റോയി എന്ന് പറയുന്ന കൽക്കത്തയിലെ ഹൗറയ്ക്കടുത്ത് താമസിക്കുന്ന ഒരു മനുഷ്യനും. അയാളിപ്പോൾ ഒരു ഉദ്യോഗസ്ഥനാണ്. ഏതാണ്ട് 10-20 വർഷം മുമ്പ് ഒരു ദിവസം തൻ്റെ കാർ ഓടിച്ച് രാത്രി തിരിച്ചു വരികയായിരുന്ന നാണുവേട്ടൻ വടകരയ്ക്ക് അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ വെച്ച് കുറേ കുട്ടികളോടൊത്ത് തല്ലുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു തുടുത്ത ഒരു പയ്യനെ കണ്ടു. അവൻ ആ കുട്ടികളുടെ ഇടയിൽ വളരെ വീക്കായിട്ട്, വളരെ മൃദുവായിട്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഈ നാണുവേട്ടൻ കണ്ടത്. അദ്ദേഹം ഓടിച്ചെന്ന് കുട്ടികളുടെ ഇടയിൽ നിന്ന് ഈ പയ്യനെ പിടിച്ചു മാറ്റി. അവൻ കരയുന്നുണ്ടായിരുന്നു. അവൻ്റെ ഭാഷ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ഏതായാലും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്ന പയ്യനെ നാണുവേട്ടൻ വീട്ടിൽ കൊണ്ടുവന്നു. അദ്ദേഹം സ്കൂളിലൊന്നും പോയിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ഭാര്യ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഭാര്യയുടെ പേര് മാണിക്യം. അവർ രണ്ടുപേരും കൂടി ഈ കുട്ടിയോട് എവിടെ നിന്നാണ് ഏതാണെന്നൊക്കെ ചോദിക്കാൻ ശ്രമിച്ചു. ഒന്നും തന്നെ കുട്ടി പറയുന്ന അവർക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ഭക്ഷണമൊക്കെ കൊടുത്ത് അവനെ അവിടെ വളർത്തി. ദിവസങ്ങൾ കഴിയുന്തോറും നാട്ടുകാരൊക്കെ വന്നു ഇവനെ എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കണം, ഇങ്ങനെ ഒരു കുട്ടിയെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അപകടമാണോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവനെ ഒരു ജുവനൈൽ ഹോമിലേക്ക് പറഞ്ഞു വിടുന്നതിനെക്കുറിച്ച് സ്വന്തമായി മക്കളൊന്നും ഇല്ലാത്തവരാണ് നാണുവേട്ടനും മാണിക്കും. അവർക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. അവർ ആ കുട്ടിയോട് അത്രത്തോളം സ്നേഹത്തിൽ പെട്ടുപോയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുട്ടി പറമ്പിൽ ആട് നടക്കുന്നത് കണ്ടിട്ട് കുട്ടി പറഞ്ഞു ബക്കരി ബക്കരി എന്ന്. അപ്പോൾ സ്കൂളിൽ പഠിച്ച ഹിന്ദിയിൽ മാണിക്യം, നാണുവേട്ടൻ്റെ ഭാര്യ മാണിക്യം പറഞ്ഞു ഇവൻ ബക്കരി എന്ന് എന്തോ പറയുന്നുണ്ട്, അപ്പോൾ ഹിന്ദിക്കാരനായിരിക്കും, സ്കൂളിലെ ഹിന്ദി മാഷിനെ നിങ്ങൾ പോയി വിളിച്ചിട്ട് വരുമെന്നോ. നാണുവേട്ടൻ ഓടിപ്പോയി സ്കൂളിലെ ഹിന്ദി മാഷിനെ വിളിച്ചുകൊണ്ട് വന്നു. ഹിന്ദി മാഷ് വന്ന് ഇവനോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴും ഇവൻ പറയുന്ന ഭാഷ മനസ്സിലാവുന്നില്ല. പക്ഷേ പുള്ളി ഒരു കാര്യം പറഞ്ഞു, ഇവൻ ചിലപ്പോൾ ബംഗാളി ആയിരിക്കും, ഇവൻ്റെ ഭാഷ കേട്ടിട്ട് എനിക്ക് ബംഗാളിയാണെന്ന് തോന്നുന്നു. അപ്പം പിന്നെ നാണുവേട്ടൻ നാട്ടിലെ നക്സലൈറ്റുകളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ ചെന്ന് കണ്ട് അവരോട് ബംഗാളി അറിയുന്ന ഒരാളെ സംഘടിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. അവർ വഴി ഒരു ബംഗാളി അറിയുന്ന ആൾ വീട്ടിലെത്തി. ഇവനോട് സംസാരിച്ചപ്പോഴാണ് ഇവൻ്റെ വീട് കൊൽക്കത്തയിലാണ്, ഹൗറയ്ക്ക് അടുത്താണ് എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. പക്ഷേ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. ഇവൻ്റെ അച്ഛൻ്റെ പേര് മോഹൻചന്ദ്ര റോയി എന്നാണെന്നും അവൻ പറഞ്ഞു. ഈ വിവരങ്ങളൊക്കെ വെച്ചിട്ടും ഇവർക്ക് അവിടെ ചെന്ന് പലര് വഴി ശ്രമിച്ചിട്ടും കണ്ടെത്താൻ പറ്റുന്നില്ല.
അപ്പോഴാണ് സുധാകരൻ വടകര എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ പറഞ്ഞു, നമുക്ക് ഇവൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഒരു ഇതുണ്ടാക്കിയിട്ട് പോസ്റ്റർ ഉണ്ടാക്കി കൊൽക്കത്തയിലെ പത്രങ്ങളിൽ കൊടുക്കാം, അവിടെയെല്ലാം പിന്നെ വിതരണം ചെയ്യാം. അങ്ങനെ ഇവനെ തേടി ചിലപ്പോൾ ആൾക്കാർ വരുന്നു. അത് ഫലിച്ചു. ഇവൻ്റെ ഫോട്ടോ വെച്ച് ഒരു നോട്ടീസ് അടിച്ച് പിന്നെ കൊൽക്കത്തയിൽ വിതരണം ചെയ്തു, ഹൗറയുടെ അടുത്തെല്ലാം. അങ്ങനെ ഇവൻ്റെ അച്ഛനും അമ്മയും, ഈ കുട്ടിയുടെ അച്ഛനും അജിന്തോ റോയ് എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛൻ മോഹൻ ചന്ദ്ര റോയും ഫാമിലിയും ഓടിക്കതച്ച് വടകരയിലെത്തി. അവരൊരു ഉത്സവത്തിന് പോവുകയായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ട്രെയിനിൽ വെച്ച് കുഞ്ഞ് മിസ് ചെയ്തു പോയതാണ്. അവൻ ചെന്നൈയിലോ എവിടേക്കോ പോയി, എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ ട്രെയിൻ കയറി, കൊച്ചുകുട്ടി അന്ന് 8 വയസ്സെന്തേ ഉള്ളൂ, അവൻ വടകരയിലെത്തുകയായിരുന്നു. ചെന്നൈയിൽ വെച്ച് ഇവൻ ഇടയ്ക്ക് ടി.ടിയുടെ കയ്യിൽ നിന്ന് എങ്ങാണ്ട് താഴെ വീണ പൈസ എടുക്കുന്നതിനിടയ്ക്ക് ടി.ടി വഴക്കും പറഞ്ഞു. ഈ കഥയൊക്കെ അവൻ പറഞ്ഞത് അവൻ്റെ അച്ഛനും അമ്മയോടാണ്. ഇവരോട് സംസാരിക്കാനും പറ്റില്ല. ഏതായാലും വളരെ സങ്കടത്തോടുകൂടി അവനും ഈ നാണുവേട്ടനെയും മാണിക്യത്തിനെയും വിട്ടു പോകണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും വളരെ സങ്കടത്തോടു കൂടി മോഹൻചന്ദ്ര റോയും ഫാമിലിയും ഇവനെ കൊണ്ടുപോയി. പക്ഷേ ഈ കാലഘട്ടം മുഴുവൻ ഇവിടെ അവനൊരു അച്ഛനും അമ്മയും അവിടെ ഒരു അച്ഛനും അമ്മയും എന്നുള്ള ഒരു ജീവിതത്തിലുണ്ടായിരുന്നു. ഇവരൊരുപാട് അവൻ്റെ പഠനത്തെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. അവനിപ്പോൾ ജോലി കിട്ടിയപ്പം അച്ഛൻ ഈ IRCTC യാത്ര വഴി കൽക്കത്തയിൽ എത്തുന്നെന്ന് പറഞ്ഞിട്ട് അവൻ ഓടി വന്നതാണ് കാണാൻ. ആ കാഴ്ച മുഹൂർത്തത്തിനാണ് ഞങ്ങളെല്ലാവരും സാക്ഷിയായത്. അത് കഴിഞ്ഞിട്ട് അവൻ ഇങ്ങനെ എന്താണ് കെട്ടിപ്പിടിച്ച് എല്ലാം കഴിഞ്ഞ് ആ വികാര നിർഭരമായ മുഹൂർത്തങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ അച്ഛനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അച്ഛാ അമ്മ എന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ നാണുവേട്ടൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ എന്നോ, നീ പല്ല് തേച്ച ബ്രഷ് പോലും അമ്മ ഇപ്പോഴും സൂക്ഷിച്ച് വലിയൊരു സമ്മാനം പോലെ അല്ലെങ്കിൽ ഒരു വിശിഷ്ട നിധി പോലെ അമ്മ വെച്ചിട്ടുണ്ട്. നീ എന്തൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടോ അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത്. ഒരു നിമിഷം പോലും നിന്നെ ഓർക്കാതെ ഞങ്ങൾ ജീവിക്കാറില്ല എന്ന്. അങ്ങനെ വീണ്ടും അച്ഛനും മകനും കുറേ നേരം കൂടി സംസാരിച്ചു. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി അത് കണ്ടു. അങ്ങനെയാണ് അവസാനം ആ ട്രെയിൻ വിടുമ്പോഴേക്കും നിറഞ്ഞ കണ്ണുകളോടെയാണ് ജിന്തോ റോയിയും നാണുവേട്ടനും പിരിഞ്ഞത്. ഈ കഥയൊക്കെ ഞാൻ എൻ്റെ ചുവടുകൾ എന്നുള്ള യാത്രാവിവരണ പുസ്തകത്തിൽ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. ആ നന്മയുടെ മാണിക്യം എന്ന് പറഞ്ഞിട്ട് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്, പത്രത്തിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ ഈ കഥ പറയുമ്പോൾ കാഴ്ച സിനിമയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഓർമ്മ വരും. ബ്ലെസ്സി ഈ കഥ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ട ഒരു കാഴ്ചയും ഒരു സ്നേഹത്തിൻ്റെ അപാരമായ സാന്നിധ്യമുള്ള ഒരു അനുഭവമായിരുന്നു പിന്നെ നാണുവേട്ടൻ്റെയും അജിന്തോ റോയുടെയും കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷനിലെ കൂടിക്കാഴ്ച.